ഞാൻ ഒന്നാന്തരം മദ്യപാനിയായിരുന്നു. ഈ കഴിക്കലെന്താ അറിയുക, ഞാൻ നോൺ കഴിക്കില്ല, ഒന്നുമില്ല. ചമ്മന്തി തൊട്ട് നാമ്പിലേക്ക്, ഇതാണ് എൻ്റെ പതിവ്. കോട്ടയത്ത് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമേരിക്കയിൽ നിന്ന് ഗുളിക കൊണ്ട് നിർത്തിയതാണ്. പിന്നെ ബീറ് കണ്ടപ്പോൾ ഇതൊരു ലേശം ഒന്ന് നോക്കുക, ബീറ് ഇത് എന്ത് ഈ പച്ചവെള്ളം കുടിക്കണ മാതിരി ഇതിങ്ങനെ കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ അത് വേണ്ട, കുറച്ചും കൂടി റമ്മോ ബ്രാൻഡിയോ ഏതെങ്കിലും ചേർക്കുക, അങ്ങനെ ചേർക്കുക. അങ്ങനെ വീണ്ടും അതിലേക്ക് തന്നെ പോയി. മോഹൻലാലിൻ്റെ കൂടെ വാനപ്രസ്ഥത്തിൽ അഭിനയിക്കുകയുണ്ടായി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനായിട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അദ്ദേഹം എപ്പോഴും എന്നെ കണ്ടാൽ അമ്മയ്യച്ച എന്നെ വിളിക്കാറുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ വെച്ചാൽ അത് പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ ഇപ്പോഴത്തെ കാലത്ത്, പ്രത്യേകിച്ചും മറ്റൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി ഒന്നാന്തരം മദ്യപാനിയായിരുന്നു. അതായത് ഒന്നാന്തരം എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങനത്തെ മദ്യപാനി. അതായത് ചോറ് വേണ്ട, കഞ്ഞി വേണ്ട, ഒന്നും വേണ്ട, മദ്യപാനം. അതായത് അത് കഴിക്കുക. പിന്നെ കഴിക്കലെന്താ അറിയുക, ഞാൻ നോൺ കഴിക്കില്ല, ഒന്നുമില്ല. ചമ്മന്തി തൊട്ട് നാമ്പിലേക്ക്, ഇതാണ് എൻ്റെ പതിവ്. അന്ന് ഭയങ്കര മദ്യപാനി. അതേപോലെ തന്നെ പുകവലി, സിഗരറ്റ് വലി കഴിഞ്ഞാൽ വീഡിയോ വലി, ഇതെല്ലാം ഉപയോഗിച്ചിരുന്ന ഞാനാണ്. ഇപ്പോൾ തീരെ ഒരു 23-24 കൊല്ലത്തോളമായിട്ട് തീരെ അങ്ങോട്ട് വേണ്ട ചൊല്ലിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അമൃതയിൽ ചികിത്സ അന്നവിടെ നാരായണൻ നമ്പൂരി എന്ന് പറഞ്ഞിട്ട്, നാരായണൻ നമ്പൂരി എന്ന് നാരായണ സ്വാമി ആയിട്ടുള്ള ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഈ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റുള്ള ചില ഡോക്ടർമാരുണ്ട്. അവർ എന്നോട് ചോദിച്ചു, ബീഡി വലിക്കുമോ? ഇനി അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതിന് ഞാൻ അങ്ങോട്ട് പറയും, ബീഡി വലിക്കും, പൊടി വലി അധികമില്ല എങ്കിലും ബീഡി വലിക്കും, ഉറുക്കും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, തുറന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷമുണ്ട്, ഇനി അതൊക്കെ ഒന്ന് നിർത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിർത്താൻ വേണ്ടിയിട്ട് കോട്ടയത്ത് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമേരിക്കയിൽ നിന്ന് ഗുളിക കൊണ്ട് നിർത്തിയതാണ്. ഗുളിക കൊണ്ട് നിർത്തി 3 മാസമോ 4 മാസമോ കൊണ്ടുവന്ന് നിർത്തി. നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ബീറ് കണ്ടപ്പോൾ ഇതൊരു ലേശം ഒന്ന് നോക്കുക, ആ ബീറുമ്പിൽ തുടങ്ങി. ഇത് എന്ത് ഈ പച്ചവെള്ളം കുടിക്കണ മാതിരി ഇതിങ്ങനെ കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാൽ അത് വേണ്ട, കുറച്ചും കൂടി റമ്മോ ബ്രാൻഡിയോ ഏതെങ്കിലും ചേർക്കുക, അങ്ങനെ വീണ്ടും അതിലേക്ക് തന്നെ പോയി, വഴി തിരിഞ്ഞ് അതിലേക്ക് തന്നെ പോയി. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ സാധിച്ചത് അമൃതയിലത്തെ ഈ ഡോക്ടറുടെയും മറ്റ് സഹപ്രവർത്തകരുടെ ഡോക്ടർമാരുടെയും ആ ഉപദേശപ്രകാരമാണ്. അവർ പറഞ്ഞൊരൊറ്റ കാര്യമാണ്, അല്ല ഗുളിക തന്നിട്ടില്ല, ഇത് നിർത്താൻ വേണ്ടിയുള്ള ഒന്നും തന്നിട്ടില്ല. അവർ പറഞ്ഞു, ഗോപിക്ക് ഗോപിയുടെ കാര്യം അറിയില്ല ആയിരിക്കാം, പക്ഷേ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ ഗോപി ജീവിക്കുന്നത് ഗോപിക്ക് വേണ്ടിയിട്ടല്ല, അത് മനസ്സിലാക്കണം ആദ്യം. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് വീട്ടിലത്തെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രമല്ല, പൊതുവേ ഉള്ള പൊതുജനങ്ങൾക്ക്, അതായത് ആ കലകൾ ആസ്വദിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഗോപിയുടെ ഈ പ്രവൃത്തി കാരണം കൊണ്ട് കല നശിക്കും, ഗോപി നശിക്കും. അപ്പോൾ ഇത് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഇനി മേലിത് കഴിക്കരുത് ഇല്ല എന്ന് പറഞ്ഞു. അന്നങ്ങ് നിർത്തി. ഇതാണ് ഇത് നിർത്താൻ കാരണം. പക്ഷേ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ചില മദ്യപാനികളുണ്ട്. ശരിയല്ല, നിർത്താൻ സാധിക്കും. മനസ്സുകൊണ്ട് തുറന്നങ്ങെടുത്ത് തീരുമാനം, മരുന്ന് കഴിക്കേണ്ട, യാതൊന്നും വേണ്ട, ഇനി നാളെ മുതൽക്ക് ഞാൻ ഇത് കഴിക്കില്ല ഉറപ്പിക്കുക, അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വേണമെന്ന് തോന്നില്ല. പിന്നീട് അത് വേണമെന്ന് തോന്നാതിരിക്കാൻ സഹപ്രവർത്തകർക്ക് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അവരായിട്ടുള്ള കൂട്ടുകെട്ട് കുറയ്ക്കുകയും ചെയ്യുക. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കൽ നിർത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളും മദ്യപാനം മുതലായിട്ടുള്ളതും നിർത്താൻ വേണ്ടിയിട്ട് ഇതോടുകൂടി നിങ്ങളോടും കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് ഈ ജന്മത്തിൽ, മനുഷ്യജന്മത്തിൽ നമുക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല എന്നുള്ള കാര്യം പരിപൂർണമായിട്ട് ഞാൻ പറയുന്നു. ഞാൻ അനുഭവത്തിൽ കൂടെ പറയുന്നു. സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം എന്ന അപേക്ഷിക്കുക കൂടി ഇത് ഞാൻ അതായത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കണമെന്നർത്ഥം. തുറന്ന് കാണിക്കണതിൻ്റെ കാരണം അതായത് ഇനിമേലിലെങ്കിലും ഈ വക കാര്യങ്ങൾ, മദ്യപാനവും മയക്കുമരുന്നുകളും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, ഒരു മനുഷ്യജന്മം മുഴുവൻ നല്ല മാതിരി ജീവിക്കാൻ വേണ്ടിയിട്ട് സഹപ്രവർത്തകരും കുടുംബവുമായിട്ട് നല്ല നിലയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ ഈ വകയൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്ന് ഞാൻ ഇതോടുകൂടി ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. സ്വീകരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത്
തൻ്റെ ഈ വാക്കൊക്കെ ആരോട് എനിക്കും കേൾക്കാനില്ല എന്ന് വിചാരിക്കരുത്, അങ്ങനെ വിചാരിച്ചുകൊണ്ട് ചെയ്യുമരുത്. അതങ്ങനെ ഒന്ന് ഏതായാലും അതും കൂടി ഇതും കൂടിയും ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണല്ലോ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നർത്ഥം. ഇപ്പോൾ എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഇഷ്ടച്ചാൽ മറ്റൊന്നുമല്ല, ഇത് നിർത്തിയില്ലോ എന്നുള്ളത്, വേറൊന്നുമല്ല. എന്നാൽ വേറൊരു കാര്യത്തിൽ അവർക്ക് സങ്കടമുണ്ട്. എന്താ വെച്ചാൽ വെറുതെ വീട്ടിൽ ഇപ്പോൾ കസേരയിൽ ഇരിക്കാതെ വേറൊരു ജോലിയില്ലല്ലോ, ഇപ്പോൾ ജോലി ചെയ്യാനും പറ്റില്ലല്ലോ. അത് വേറെ കാര്യം, അത് ഇപ്പോഴത്തെ കാര്യം. എന്തായാലും ഇനി വേറെ ഒരു കാര്യമുള്ളത്, കലാവെള്ളം ട്രൂപ്പിൻ്റെ കൂടെയും അല്ലാതെയും ഇനി പോവാത്ത രാജ്യങ്ങളൊന്നുമില്ല. വിദേശത്ത് ഇനി ബാക്കി ഒരു സ്ഥലത്തും പോവാനില്ല. അതായത് കഥകളിയെപ്പോലെ ഇത്രയും എല്ലാം കൂടി തികഞ്ഞിട്ടുള്ള ഒരു കല വേറെ ഇല്ല. അത് പറയാതെ വയ്യ. പക്ഷേ ആസ്വദിക്കാൻ പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല. അത് കുറച്ച് മനസ്സിലാക്കിയാൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. ആസ്വദിച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങേയറ്റം വിലയിരുത്താൻ എല്ലാവർക്കും സാധിക്കും എന്നുള്ളത് തറപ്പിച്ച് പറയുക തന്നെ ചെയ്യാം. അത്രയ്ക്കും ഒരു കേമത്തരായിട്ടുള്ള കലയാണ് കഥകളി. ഞാൻ കഥകളിക്കാരനായതുകൊണ്ട് അങ്ങനെ പറയണമെന്നല്ല. നിങ്ങളടുത്ത് ആസ്വാദകരോട് പലരോടും ചോദിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാൻ മോഹൻലാലിൻ്റെ കൂടെ വാനപ്രസ്ഥത്തിൽ അഭിനയിക്കുകയുണ്ടായി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനായിട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അദ്ദേഹത്തിനെ എപ്പോഴും എന്നെ കണ്ടാൽ അമ്മയ്യച്ച എന്നെ വിളിക്കാറുള്ളൂ. അത് പോട്ടെ, എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇതുമാതിരി ഒരു കേവനായിട്ടുള്ള ഒരു നടൻ അല്ല. മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാതിരിക്കുകയല്ല, മറ്റുള്ളവരില്ലായല്ല, മറ്റുള്ളവരുണ്ട്. എൻ്റെ മനസ്സിൽ കണ്ടതും ഞാൻ അഭിപ്രായം പറയുന്നതും ഒരാളെ മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ മാത്രം. അതായത് മോഹൻലാലിനെ പോലെ ഇത്രയും തികഞ്ഞ അഭിനയം കൈകാര്യം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ പ്രധാനിയാണ് മോഹൻലാൽ. അത് പറയാതിരിക്കാൻ വയ്യ. ആ മോഹൻലാലും കൂടിയും കഥകളിയെപ്പോലെ മറ്റൊന്നില്ല എന്നുള്ളത് പറഞ്ഞ വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹം തന്നെ അത് കൈകാര്യം ചെയ്തുകൊണ്ട് ഈ വാനപ്രസ്ഥം കളിക്കാനും കാരണമുണ്ടായത്. അപ്പോൾ ആ മഹാനുഭാവൻ്റെ അഭിപ്രായം നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അതായത് മറ്റുള്ള കലകളെ കാണുന്ന മാതിരി തന്നെ കഥകളിയും കാണണം. കഥകളി കാണണം എന്നല്ല, കഥകളി കണ്ടിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കണം. പിന്നെ അതുമാതിരി തന്നെ ഇനി വേറൊരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ അങ്ങേയറ്റം കുട്ടിക്കാലത്ത് വിഷമതകൾ അനുഭവിച്ച് വളർന്നു വന്ന് കലാമണ്ഡലത്തിൽ നിന്ന് പഠിപ്പ് കഴിഞ്ഞ് തിരിച്ച് പോയതിന് ശേഷം എന്താണ് ഇനി വേണ്ടത് എന്നുള്ള മട്ടുകാരനായി ഞാൻ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പോയി ചേർന്നു പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ കലാമണ്ഡലത്തിൽ എന്നെ ആദ്യം ഗാന്ധി സേവാ സദനത്തിൽ അദ്ദേഹം നമ്മളുടെ ശ്രീ കുമാരേട്ടൻ എന്ന് പറയും ഞങ്ങൾ, അദ്ദേഹം അവിടുത്തെ MD ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം എന്നെ ഗാന്ധി സേവാ സദനത്തിലേക്ക് ക്ഷണിച്ചു അധ്യാപകനായിട്ട്. ക്ഷണിച്ചപ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള രാമൻകുട്ടി നായരാശാൻ, പത്മനാഭൻ നായരാശാനോടും നമ്പീശനാശാനോടും ചോദിച്ചപ്പോൾ വരട്ടെ, നീ പോവാൻ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മഹാകവിയെ കണ്ടിട്ട് പറഞ്ഞു, അവനെ ഇങ്ങനെ സദനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, എന്താ വേണ്ടത്, അവനെ പറഞ്ഞയക്കേണ്ട, അവനെ അവിടെ കലാമണ്ഡലത്തിൽ എടുത്തോളാൻ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ കലാമണ്ഡലത്തിൽ അധ്യാപകനായിട്ട് 3ാമത്തെ അധ്യാപകൻ. ഇവർ 2 പേര്. പിന്നെ 3ാമത്തെ അധ്യാപകൻ ഞാൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായിട്ട് ചേർന്നു. 58 കലാമണ്ഡലത്തിൽ അധ്യാപകനായി ചേർന്നു. ആ കൊല്ലം തന്നെ എന്ത് സൂക്കറെന്ന് വയറ് വീർത്തിട്ടില്ല. എന്തായാലും അദ്ദേഹം അസുഖമായിട്ട് എറണാകുളത്ത് കിടക്കുകയായിരുന്നു. അതായത് ചെറിയ മകൻ്റെ ബാലചന്ദ്രക്കുറുപ്പ് അവിടെ കിടന്ന് മരിക്കണ സമയത്ത് മരിക്കാൻ വെച്ചാൽ അവിടെ സൂക്കറായിട്ട് അവിടെ കിടക്കുമ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് അങ്ങനെ സൂക്കറാധികാണെന്ന് കേട്ടിട്ട് കലാമണ്ഡലത്തിൽ രാമൻകുട്ടി നായരാശാൻ, പത്മനാഭൻ നായരാശാൻ, കൃഷ്ണകുട്ടി വരെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടെ പോയിരുന്നു. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു രാമൻകുട്ടി നായരാശാനോടും മറ്റവരോടും ഒക്കെ വിട്ട്, കലാമണ്ഡലം ഇനി നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളതിനെ നശിപ്പിക്കരുത്, നന്നാക്കി കൊണ്ടുപോകണം എന്നൊരു വാക്ക് പറഞ്ഞു. 58 എനിക്ക് ജോലി തന്നിട്ട് തന്നെ അഭിമാനപൂർവ്വമല്ല, സങ്കടത്തോട് കൂട്ടിയിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തിനെ സംബന്ധിച്ച് അഭിമാനത്തോട് പറയാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് ജോലി തന്നിട്ടാണ് അദ്ദേഹം അങ്ങേറ്റം സന്തോഷത്തോടു കൂടി തന്നെ വിഷ്ണുപാദം പൂകിയത്, അതായത് മരിച്ചത് എന്നർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം ആദ്യം മുതലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ
അവനെ തേൽപ്പിക്കേണ്ട എടുത്തോളൂ എന്നൊരു വാക്ക് പറഞ്ഞല്ലോ, അത് അങ്ങേറ്റത്തെ അനുഗ്രഹമാണ്. അത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള അനുഗ്രഹം. അതായത് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കഥകളിക്ക് നടന്നുകൊണ്ടിരുന്ന ധാരാളം കഥകളിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കഥകളിക്ക് പോകുമ്പോഴൊക്കെയും ആൾക്കാർക്ക് ആദ്യം പച്ചവേഷം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മറ്റൊരു വേഷവും വേണ്ട, പച്ചവേഷം ഗോപിയുടെ പച്ചവേഷം മതി, ഇതേ വേണ്ടു ആൾക്കാർക്ക്. എന്നാൽ കത്തി കിട്ടും, കത്തി ചീത്തയല്ല, കത്തി നല്ലതാണ്. എന്നാൽ പത്മനാഭൻ നായരാശാൻ പറയുക തന്നെ ചെയ്യും, നീ ഈ പച്ചവേഷക്കാരൻ മാത്രമായിട്ട് മാറിയാൽ പറ്റില്ലല്ലോ, നിനക്ക് നിൻ്റെ കത്തി നല്ല വേഷമാണല്ലോ, കത്തി വേഷം തരാൻ പറയണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറയും, ആൾക്കാർ നിർബന്ധമായിട്ട് പച്ചവേഷം തന്നെ വേണം, അത് പ്രത്യേകിച്ചും പച്ചവേഷത്തിൽ നളയിരത്തിലെ നളൻ തന്നെ, നളനും ബാഹുബലിയും തന്നെ വേണം എന്ന് പറയും. എന്നാൽ ഇതല്ലാണ്ട് ഞാൻ അവരോട് ഇപ്പോൾ എന്താ എനിക്ക് കത്തി വേഷം കെട്ടിയാലേ വരുള്ളൂ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് ആശാനോട് കാര്യം, അത് വേണ്ട, പക്ഷേ അവരോട് സൂചിപ്പിക്കുക, തരണമെന്ന് പറയുക എന്നൊക്കെ പറയും. ഏതായാലും പച്ചവേഷത്തിൽ സ്ഥിരക്കാരനായിട്ട് നിന്നു. ഏകദേശം 14 വരെ കൊറോണ കാലത്ത് വരെ അത് പെയ്തു, അങ്ങനെയാണ് പറയാന്നുള്ളത്. ആ കൊറോണ കാലം വരെ പച്ചവേഷക്കാരനായിട്ട്, സ്ഥിരം പച്ചവേഷക്കാരനായിട്ട് നിന്നു. വേഷക്കാരൻ മാത്രമല്ല, ജീവിതത്തിൽ പച്ചയായി, തനി പച്ച. അതായത് ഈ പച്ച പറഞ്ഞാൽ ഈ പച്ചയ്ക്കുള്ള ഒരു മാറ്റം ചിലപ്പോൾ ദേഷ്യം കുറച്ച് കൂടുതലുണ്ട്, തന്നെയുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് 3 രസം സ്ഥിര. ഒന്ന് ശൃംഗാരം, അത് അധികം വരില്ല, ചെറുതായിട്ടേ വരുള്ളൂ. പിന്നെ ഒന്ന് ഹാസ്യം, എനിക്കങ്ങനെ വരില്ല. പിന്നെ സങ്കടം വരിക, പിന്നെ ദേഷ്യം ഉഗ്രനായിട്ട് വരും. ഇങ്ങനെ 3 എണ്ണം. അത് കാരണം കൊണ്ട് അന്നൊക്കെ തന്നെ ഈ രൗദ്രഭീമൻ പച്ചവേഷം നളന് കെട്ടിയാലും പെടില്ല, രൗദ്രഭീമൻ കെട്ടിക്കും. ഇത് സ്ഥിരക്കാരനായിരുന്നു. അങ്ങനെ കഥകളിയിൽ ഒരുവിധം എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ സാധിച്ചത് എൻ്റെ ശ്രമവും, അതേമാതിരി തന്നെ എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും. ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തനാണ്, അത് കാരണം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എല്ലാം കൂടെ ഇതുവരെ ആൾക്കാരുടെ ആ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റവും ഇതൊക്കെ